നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളിൽ ഉടനടി മാറ്റം കൊണ്ടുവരേണ്ട അനിവാര്യത കൃത്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് പ്രതിരോധവും വിദേശകാര്യ നയവും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദേശകാര്യ വകുപ്പിന് കൂടി ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങളുണ്ട്. തിരിച്ചും അങ്ങനെയാണ്. ഇവിടെ ക്രോഡീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇന്ത്യ ഇസ്രയേൽ ബാന്ധവമാണ്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള കൂട്ടുകെട്ട് കൊണ്ട് ഇസ്രയേലിന് നേട്ടമുണ്ട് എന്നുള്ളതല്ലാതെ ഇന്ത്യക്ക് നേട്ടമില്ല, മറിച്ച് കോട്ടത്തിലേക്ക് പോകാനാണ് സാധ്യത. US-ൻ്റെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് നമുക്ക് ഇസ്രയേലിനെ കണക്കാക്കാൻ കഴിയുന്നത്. ഇസ്രയേൽ അധിനിവേശം നടത്തുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ പാലസ്തീൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള നെറുകേടുകൾ മാത്രം കാണിക്കുന്ന, ശുദ്ധ തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ഇനിയും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. മറിച്ച് ഇറാനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇറാനോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത വിദേശകാര്യ നയങ്ങളിൽ തെളിഞ്ഞു കാണുകയാണ്. വിദേശകാര്യ വകുപ്പിൽ ഔദ്യോഗികമായി ഇങ്ങനെയൊരു സ്ഥിരീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ താമസമെടുക്കും. പ്രത്യേകിച്ചും ഇവിടെ നമ്മുടെ ഈ രാജ്യത്ത് RSSന് വലിയ തോതിൽ ഇസ്രയേലുകളോട് വലിയൊരു ആഭിമുഖ്യം ഉണ്ടാകുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ അന്ധമായ മുസ്ലിം വിരോധമാണ് അത്തരത്തിലുള്ള പ്രസ്താവനയ്ക്ക് കാതലാകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി സുദൃഢമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഇസ്രയേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ആക്രമിക്കുന്ന ശക്തമായ മറുപടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും ശക്തമായി തന്നെ രംഗത്തുണ്ട്. ഇറാൻ്റെ കപ്പൽ മുക്കിയതിന് പകരമായി ഹോർമൂസ് കടലിടുക്ക് അടച്ചതും ഇറാൻ്റെ നാവികപ്പട സദാ ജാഗരൂകരായി നിൽക്കുന്നതും ഇറാൻ അഭയം കൊടുക്കുന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇറാൻ്റെ കപ്പൽ ഓട്ടത്തിനും മറ്റു കാര്യങ്ങൾക്കും വലിയ സുരക്ഷിത സാഹചര്യങ്ങൾ, നങ്കൂരമിടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ കടൽ തീരങ്ങളിൽ പ്രധാനപ്പെട്ട ഹാർബറുകളിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതാ നിർദ്ദേശം എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ വിരട്ടലും വിലപേശലും ഒന്നും ഈ വിഷയത്തിൽ, ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ അത് വകവയ്ക്കുന്നില്ല. അത്തരത്തിൽ വകവയ്ക്കാതിരുന്നാൽ മാത്രമേ ഇനിയുള്ള മുന്നോട്ടുള്ള കാലം റഷ്യയുമായിട്ടുള്ള പരമ്പരാഗത സൗഹൃദം അത് നിലനിർത്തണം. കൂടുതൽ ബ്രിക്സിൽ ഇന്ത്യക്ക് ശക്തി നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കണം. നമുക്ക് സുരക്ഷാ സമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിനു വേണ്ടി എതിർത്തിരുന്ന നിലപാട് മാറ്റാമെന്നാണ് ചൈന പറയുന്നത് തന്നെ. ഇതൊരു ശുഭ സൂചനയാണ്. കാരണം ബ്രിക്സിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ ഇറാനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയുകയുള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഡൊണാൾഡ് ട്രംപിനെയും പാഠം പഠിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത ഈ 21ാം നൂറ്റാണ്ടിലുണ്ട്. ലോക മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ നിരപരാധികളുടെ ജീവൻ ഹനിക്കുന്നത് പോലെ ഇറാനിലെ മുഴുവൻ ആളുകളെയും തടവിലാക്കാം, അല്ലെങ്കിൽ അവരെ റെജീം ചേഞ്ചിന് വേണ്ടി അവിടുത്തെ മനുഷ്യരെ തമ്മിലടുപ്പിക്കാം എന്നൊക്കെയുള്ള കണക്കൂട്ടലുകൾ അമേരിക്കയും ഇസ്രായേലും നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി മാറിയിരിക്കുകയാണ്.